ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കപ്പ കൊണ്ടുള്ള വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ ഞാൻ കപ്പയൊക്കെ നന്നായിട്ട് കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കേ. ഒരു 4 വിസിൽ വരുന്നത് വരെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ പാകമായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മറ്റ് ഐറ്റംസും കൂടി ഒന്ന് സെറ്റാക്കി എടുത്താലോ. പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, കുരുമുളക് ഇത്രയും ഐറ്റം കൂടെ നമുക്ക് വേണം കേട്ടോ. അതിൽ പച്ചമുളക് ഞാൻ ചെറുതായി അരിഞ്ഞെടുക്കുകയും ബാക്കിയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പയും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണേ. നന്നായിട്ട് പാകമായി വന്ന കപ്പയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടും ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ വേണ്ട, ജസ്റ്റ് ആ കപ്പേൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഐറ്റംസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ അതിലുള്ള ആ വെള്ളമൊക്കെ ആയിട്ട് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിൽ കുരുമുളകും അതുപോലെ ഉള്ളിയൊക്കെ നമുക്ക് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാതെ ജസ്റ്റ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കട്ടെ. ഉള്ളി ജസ്റ്റ് അരിഞ്ഞിട്ടും കുരുമുളക് അങ്ങനെ തന്നെയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒതുക്കിയെടുക്കുന്ന സമയത്ത് മക്കൾക്ക് ഈ ഉള്ളിയും കുരുമുളകൊക്കെ വയറ്റിലെത്തുന്നത് നല്ലതാണല്ലോ, അപ്പോൾ അവരത് കഴിച്ചോളും. അതുകൊണ്ടാണ് ഞാൻ ഈ ഉള്ളിയും കുരുമുളകൊക്കെ നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുള്ളത്. അതായത് ഇതൊക്കെ നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു ബോൾസാക്കി എടുക്കണം. ആ ഒരു സമയത്ത് കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ വടേൻ്റെ ഷേപ്പിൽ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബോൾസ് എല്ലാം അങ്ങനെ വടേൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കേ. വടേൻ്റെ ഒരു കളറായി വരുന്ന സമയത്ത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ മക്കൾക്ക് 4 മണി പലഹാരമൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. വളരെ എളുപ്പം ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അതുപോലെ ഈ കുരുമുളകും ഉള്ളിയൊക്കെ നമ്മുടെ വയറ്റിലെത്തുന്നതും നല്ലതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ മോനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ ഉള്ളിയും കുരുമുളകൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആൾ ഒന്നും വേസ്റ്റാക്കി കളയാറില്ല കേട്ടോ. കഴിക്കേ അതിലിപ്പം മാറ്റി വയ്ക്കാനുണ്ടാവുക പച്ചമുളക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മോളും ഇതാ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഉണ്ടാക്കുന്നതൊക്കെ. നല്ല സോഫ്റ്റായിട്ടോ ഇത് ഉണ്ടാവുക. അപ്പോൾ അതാ മോൻ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്. ചൂടായത് കാരണം അവന് മുറിച്ചെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ മുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ മോൻ കഴിക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.